ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ മന്ത്രി സജി ചെറിയാനെതിരായ തുടരന്വേഷണം തടഞ്ഞു സർക്കാർ. ഇപ്പോൾ അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നിർദ്ദേശം നൽകി. സജി ചെറിയാൻ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും വരെ കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം. പ്രതീക്ഷിച്ച നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മന്ത്രി സജി ചെറിയാനെതിരായ തുടരന്വേഷണം സർക്കാർ തടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം വേണ്ട. സർക്കാർ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സജി ചെറിയാൻ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും വരെ കാത്തിരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകും. ഹരി, ഒരേ സമയം നിയമ പോരാട്ടത്തിനും ഒപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു വശത്തും നടക്കട്ടെ, ഒപ്പം സജി ചെറിയാന്റെ നിയമ പോരാട്ടം മറ്റൊരു വശത്തും നടക്കട്ടെ എന്നാണ് അന്ന് തന്നെ പാർട്ടി സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ നിൽക്കട്ടെ, നിയമ പോരാട്ടം ഒരു വശത്ത് തുടരാം എന്നുള്ള നിലയിലേക്ക് സർക്കാർ എത്തിയ സാഹചര്യം എന്താണ്? സൈഫുദ്ദീൻ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിന്നത് ഈ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സജി ചെറിയാനെ വലിയ രീതിയിൽ ബാധിക്കും. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇത് കോടതിയിൽ നിന്ന് വലിയ രൂക്ഷമായ വിമർശനമാണ് നേരിട്ടത്. അതുകൊണ്ട് ഈ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശബ്ദ പരിശോധന റിപ്പോർട്ട് നോക്കണം, ഫോറൻസിക് റിപ്പോർട്ട് നോക്കണം, മാധ്യമ പ്രവർത്തകരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നിലവിൽ അതുകൊണ്ട് അന്വേഷണം അങ്ങനെ തുടങ്ങിയ ഒരു പ്രതിസന്ധിയിലാക്കണ്ട, തൽക്കാലം അത് അങ്ങനെ നിൽക്കട്ടെ, സജി ചെറിയാൻ അപ്പീൽ കൊടുത്തതിന് ശേഷം മാത്രം തുടർ തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം. പക്ഷേ ആ അപ്പീൽ ഒരാഴ്ചയായിട്ടും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. CPM, അതായത് പാർട്ടി അനുമതി സജി ചെറിയാനുണ്ട് ഈ അപ്പീൽ പോകുന്നതിൽ. അക്കാര്യം പരസ്യമായി തന്നെ എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ അപ്പീൽ നൽകാൻ എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം എന്നുള്ളൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. കോടതി വിധി വന്ന് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങണമെന്നുള്ള കാര്യം നടപ്പായിട്ടില്ല. സജി ചെറിയാനാകട്ടെ അപ്പീലും നൽകിയിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധി അവിടെ നിൽക്കുകയാണ്. അതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ സമ്മതിക്കുന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ക്രൈംബ്രാഞ്ച് മേധാവിയെ സംബന്ധിച്ച് അദ്ദേഹം അന്വേഷണം തുടങ്ങാനും അന്വേഷണ സംഘം രൂപീകരിക്കാനും തയ്യാറാണ് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അന്വേഷണ സംഘം രൂപീകരിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ ഈ നീക്കം തടയുകയായിരുന്നു. തൽക്കാലം സജി ചെറിയാൻ അപ്പീൽ നൽകുന്നത് വരെ കാത്തിരിക്കാമെന്നുള്ള തീരുമാനം ക്രൈംബ്രാഞ്ച് മേധാവി അറിയിച്ചതോടുകൂടി അദ്ദേഹം ക്രൈംബ്രാഞ്ച് മേധാവി ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ അന്വേഷണവും ഇല്ല, സജി ചെറിയാന്റെ അപ്പീലും ഇല്ല എന്നുള്ള സ്ഥിതിയാണ്. എന്തായാലും ഇനി ഹർജിക്കാരൻ കോടതിയെ വീണ്ടും സമീപിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നിലപാടെടുക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടുന്ന കാര്യം. ശരി, ഹരിമോഹനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.